നമ്മുടെ സർക്കാർ റീസെന്റ് നടത്തിയ ട്രാൻസ്പോ 2025 ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം കനകക്കുന്നി വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു എക്സ്പോ നടന്നത്. ഞാൻ പോയ ഉടനെ തന്നെ ഒരു പഞ്ഞിമിഠായി വേണമെന്ന് പറഞ്ഞു സാധനം കൈ കിട്ടിയോണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്താണ് ഈ കുറെ KSRTCയുടെ ബസ്സുകളും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിന്റേജ് കാറുകളും ബസ് എക്സ്പോയും KSRTC എക്സ്പോയും ഒരു ഡാർക്ക് റൂം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഫുഡ് കോർട്ട്. അതിൽ നമുക്ക് കണ്ടും തൊട്ടും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് KSRTCയുടെ ഓരോ പാർട്സും ലൈവായിട്ട് എക്സിബിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്ററിന്റെ ഈ ടോയ് കളക്ഷൻ നല്ല രസമില്ലേ കാണാൻ. അതുപോലെ KSRTC ഇനി പുറത്തിറക്കാൻ പോകുന്ന ബസ്സുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് കയറി ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഈ KSRTC ട്രാൻസ്പോ നല്ലോണം എൻജോയ് ചെയ്തായിരുന്നു. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇവിടുത്തെ വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നോട് ഇപ്പൊ വരുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോ 2025 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം. എടുത്തോ കാണിക്കാദ്യം. ഓക്കെ പൊട്ടിക്ക്. ഇങ്ങോട്ടിടാം, കഴിച്ചോണ്ടിടണം. LKG കുട്ടീന്നാ വിചാരം. 30-40 വയസ്സായ തള്ളച്ചിയ എന്നിട്ട് പഞ്ഞുമുട്ടായും കഴിച്ചോണ്ടിരിക്കുന്നു. വണ്ടി പറ്റുമോ? ഇതൊക്കെ കാണാനാ അവിടെ വരുന്നേ KSRTC. അല്ലാതെ ചുമ്മാ കഴിക്കാനല്ല വരുന്നേ. അതായത് എനിക്ക് വേണം, തീർക്കല്ലേ. ആരോ ഒന്നുമില്ലല്ലോ, അതൊന്നും തിരിഞ്ഞല്ലോ, അതിങ്ങനെ അലിഞ്ഞു പോവല്ലോ. ശരിക്കും ഇതിനകത്ത് എന്തോ അവര് കോൺസെപ്റ്റ്. റോഡിൽ ഇറങ്ങാൻ പോകുന്ന വണ്ടികളാണ്. ഇതിന്റെ കോൺസെപ്റ്റ് എന്തോ ശരിക്കും ഇതിന്റെ? KSRTCയിലെ പുതിയ വണ്ടികൾ ലോഞ്ചാണ്. കുറേ മറ്റേ ഇതില്ലേ, മറ്റേ വോൾവോ ഒക്കെ ഇല്ലേ, മറ്റേ അന്യ സംസ്ഥാന ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ പോകുന്ന വണ്ടിയില്ലേ, അതൊക്കെ ഇപ്പൊ പ്രൈവറ്റിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ. മറ്റേ കൊല്ലട, കല്ലട, പല്ലട എന്നൊക്കെ അതേപോലത്തെ കല്ലട പോലത്തെ പല സ്ഥാപനങ്ങളും അത് മാറ്റിയിട്ട് ഇതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട്, കേരള ഗവൺമെന്റിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ ഇതേപോലത്തെ വണ്ടികൾ എടുക്കുന്നുണ്ട്. അപ്പം ആൾക്കാർക്ക് നോർമലായ റേറ്റുകളിൽ സീസൺ ടൈമിൽ അവർ കൂട്ടുമല്ലോ റേറ്റൊക്കെ. ക്രിസ്മസ്, ന്യൂ ഇയർ, ഹോളിഡേസ് എല്ലാം വരുമ്പോൾ അവർക്കൊരു ഫിക്സഡ് റേറ്റ് അല്ലല്ലോ, ഫ്ലോട്ടിംഗ് റേറ്റ് അല്ലേ. ഇവർ KSRTC ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് സീസണിലാണെങ്കിലും ഓഫ് സീസണിലാണെങ്കിലും വലിയ റേറ്റിൽ സാധാരണക്കാർക്ക്. ശരി, അത് ഞായറാഴ്ചയല്ലേ, ഞാൻ തിരക്കുണ്ടാകേണ്ട പൈസ. അപ്പൊ അപ്പുറത്ത് എന്തൊക്കെ ഉണ്ട് കേട്ടാ. ഹലോ, പറഞ്ഞോളൂ.
നമ്മൾ ചെയ്തിട്ടുണ്ടപ്പോൾ യാത്രക്കാർക്കായുള്ള AC വെയിറ്റിംഗ് റൂമുകൾ എന്നിവ പൊതുജനങ്ങളുടെ കയ്യിൽ അത് ഹോള് ഇത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസിൻ്റെ റിപ്ലൈ ചെയ്യാനായിട്ട് സീറ്റ് ഇതൗട്ടായി പോണേ. ലിവർ പിടിച്ചാൽ മതി. പുഷ് ചെയ്ത് ഇതൗട്ടായി. നല്ല പ്രസ് ചെയ്യും. അങ്ങനെ ഓക്കെ. ഇനി ആക്കണം. ഓക്കെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു.
Hai Prasa, hai KSRTC.